നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്തരായന കാലം, വസന്ത ഋതുവിൽ പൂരിട്ടാതി നക്ഷത്രവും കൃഷ്ണപക്ഷ ചതുർദശിയും വരുന്ന മീനമാസം 14-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട് മീനമാസം 14-ാം തീയതി വെള്ളിയാഴ്ച, അതായത് 28/3/2025 സൂര്യോദയം 6:28 AM സൂര്യാസ്തമനം 6:32 PM രാഹുകാലം 10:59 AM മുതൽ 12:30 PM വരെയും, ഗുളികക്കാലം 7:58 AM മുതൽ 9:29 AM വരെയും, യമകണ്ഠകാലം 3:31 PM മുതൽ 5:01 PM വരെയുമാകുന്നു. ഈ ദിവസം വെള്ളിയാഴ്ചയായതിനാൽ എല്ലാവരും ജയ് മഹാലക്ഷ്മി എന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. 1008 പ്രാവശ്യമെങ്കിലും അമ്മയുടെ നാമം ജപിക്കാം. അമ്മയുടെ മൂലമന്ത്രമായ ഓം ശ്രീ നമ എന്ന് ജപിക്കാം. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാം. വെള്ളിയാഴ്ച നെയ്ദീപം തെളിപ്പിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളും മാറി അമ്മ നമ്മുടെ ഗ്രഹത്തിൽ വന്ന് നിറഞ്ഞ് ഐശ്വര്യപൂർണമായി നിൽക്കും എന്നുള്ളതാണ് വിശ്വാസം. കനകധാരാ സ്തോത്രം ജപിക്കാം, ലളിതാ സഹസ്രനാമം ജപിക്കാം, ലളിതാഷ്ടോത്തരം ജപിക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഏത് നാമവും മന്ത്രവും ജപിക്കുന്നതിന് സമയമെടുത്ത് വളരെ ചിട്ടയോടുകൂടി ചെയ്യുമ്പോൾ മാത്രമാണ് പൂർണ്ണഫലം ഉണ്ടാകുന്നത്. അയ്യോ, ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു വഴിപാട് പോലെ അത് ചൊല്ലാതെ, സാരമില്ല, ഇന്ന് പറ്റിയില്ലെങ്കിൽ അമ്മയുടെ ലളിതാഷ്ടോത്തരം ഒന്ന് ചൊല്ലിയിട്ട് അമ്മയോട് പറയാം ശ്രീ ലളിതാംബികായേ നമ എന്നൊരു 12 പ്രാവശ്യമൊക്കെ ജപിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുവോ വളരെ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാം. മനസ്സിൽ ചെയ്താൽ പോലും മതി. നെയ്വിളക്ക് നമ്മുടെ മനസ്സിൽ തെളിച്ചു വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഫലം കിട്ടും. ഓരോരുത്തർക്കും ഓരോ നാമമോ മന്ത്രമോ എടുത്ത് ആ മന്ത്രം അല്ലെങ്കിൽ ആ നാമം ഒരു 108 പ്രാവശ്യം ഓം ചേർത്ത് ചെല്ലുമ്പോൾ മന്ത്രമാവും, വെറുതെ ചെല്ലുമ്പോൾ നാമമാവും. അപ്പം നമശിവായ 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 എന്ന ശിവ പഞ്ചാക്ഷരി വെറുതെ ഇങ്ങനെ ജപിച്ചു കൊണ്ടിരുന്ന ഓരോ നമശിവായയിലും നമ്മളുടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നതിനുള്ള, പൊറുക്കുന്നതിനുള്ള, പാപമോക്ഷത്തിനുള്ള വഴി തെളിഞ്ഞു വരും. അപ്പോൾ തീർച്ചയായും ഉപാസനയായി ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത്, ഓം നമശിവായ എന്ന് പറഞ്ഞ ശിവപഞ്ചാക്ഷരി മന്ത്രവും അല്ലെങ്കിൽ നമശിവായ എന്ന ശിവപഞ്ചാക്ഷരി നാമവും ജപിക്കുക. മഹാലക്ഷ്മിയും ജപിക്കുമ്പോൾ സമ്പത്ത് നിറഞ്ഞു നിൽക്കും. ഏത് തരത്തിലുള്ള സമ്പത്തും നമ്മുടെ സമ്പത്ത് തന്നെയാണ്. ധനം മാത്രമല്ല, ഐശ്വര്യം എന്ന് പറയുന്നത് നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല ചിട്ടയായ ജീവിതം, ദൈവീക ചിന്ത, ദാനധർമ്മം, എല്ലാം, സത്സന്താനം, അതുപോലെ സ്വഭാവം, ഇതെല്ലാം നമ്മുടെ സമ്പത്ത് തന്നെയാണ്. അപ്പം എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തുവാൻ എല്ലാവരും അമ്മയെ പ്രാർത്ഥിക്കുക. എല്ലാവരും നമശിവായ ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുമ്പോഴും ഏത് നമ്മൾ ഉപാസനയായി എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കൂ, തീർച്ചയായും ഫലം കിട്ടും. ഇനി നമുക്ക് 27 നക്ഷത്രക്കാർക്കും ഈ ദിവസം എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മേടം രാശി. ആരോഗ്യസ്ഥിതി അപ്രതീക്ഷിതമായി അല്പം വഷളാകുന്നതാണ്. പണച്ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യം കാണുന്നു. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. പണമിടപാട് രംഗത്ത് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. കുടുംബ സ്വത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ തീരുമാനമായേക്കാം. ആത്മസുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും.
സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ നടക്കാനുള്ള സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് അപവാദങ്ങൾക്ക് യോഗം കാണുന്നു. തൊഴിൽ തടസ്സം അനുഭവപ്പെടാം. ബിസിനസ്സിൽ ധനലാഭമുണ്ടാകാം. പെട്ടെന്ന് ഉയർച്ചയും അതുപോലെ തന്നെ താഴ്ചയും വരുവാനുള്ള സന്ദർഭം വന്നു ചേരും. അപകട ദുരിതങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും. രാശിനാഥനായ മുരുകൻ ഭഗവാനെയും മുരുകൻ സ്വാമിയെയും അതുപോലെ വെള്ളിയാഴ്ചയായിട്ട് മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കുമ്പോൾ ഓം നമഃശിവായ ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. തീർത്ഥയാത്രയ്ക്ക് അവസരം വന്നു ചേരും. സന്താനങ്ങൾ മൂലം അല്പം സന്തോഷത്തിനുള്ള വഴി കാണുന്നു. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു. കാര്യവിജയം വന്നു ചേരാം. വിവാഹാലോചനകൾ തകൃതിയായി നടക്കും. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്താൽ രക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നു. വിദേശയാത്രാ പരിശ്രമങ്ങൾക്ക് അല്പം കൂടി കാലതാമസം നേരിട്ടേക്കാം. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. കുടുംബ സ്വത്തിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടാവാം. വിനോദയാത്രയ്ക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഓം നമഃശിവായ ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ഹിനക്കൂറ് ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും. അപ്രതീക്ഷിതമായി സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരുക വഴി ജീവിത നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ആലോചന ഉണ്ടാകും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സന്താന ഗുണം അനുഭവിക്കും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ഒരവസരം വന്നു ചേരും. രോഗദുരിതങ്ങൾക്ക് കുറേശ്ശെയായി ശമനം കണ്ടു തുടങ്ങും. കടബാധ്യതകൾ കുറേശ്ശെ അല്പസ്വല്പമായി കുറഞ്ഞു വരും. വിവാഹാലോചനകൾ തീരുമാനത്തിലെത്താവുന്നതാണ്. സഞ്ചാരക്ലേശം വർദ്ധിക്കും. ധനാഗമ മാർഗങ്ങൾ പെട്ടെന്ന് വന്നു ചേരും. അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യം വരെ പ്രതീക്ഷിക്കാം. സർക്കാർ ജീവനക്കാർക്ക് ശിക്ഷണ നടപടികളെ നേരിടേണ്ടി വരും. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ചാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവ യോഗത്തിൽ വരും. കർക്കിടകക്കൂറ് സ്നേഹിതന്മാരുടെ വേർപാട് മൂലം അല്പം വിഷമതകൾ വരാം. വാസസ്ഥാനം വിട്ടു താമസിക്കേണ്ടതായ ഒരു സാഹചര്യവും വന്നു ചേരാം. സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിനുള്ള തീരുമാനമുണ്ടാകും. ബന്ധുജന ഗുണമുണ്ടാകും. വാഹന സംബന്ധമായ റിപ്പയർ വർക്കുകൾ വന്നു ചേരാം. ഉദരവ്യാധികൾക്ക് അവസരം വരാം. സന്താനങ്ങൾ മൂലം മനസ്വസ്ഥത അല്പസ്വല്പം കുറയുന്നതാണ്. പൊതുജനങ്ങളുമായി കലഹിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. യാത്രാവേളകൾ ദുരിതപൂർണമാകും. കോടതിയിലൂടെ പരിഗണനയിലുള്ള കേസുകൾ പ്രതികൂലമാകും. വിദേശയാത്രാ പരിശ്രമങ്ങൾ സഫലീകരിക്കും. തീർത്ഥാടനത്തിനുള്ള യോഗം കാണുന്നു. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുവാനുള്ള അവസരം വന്നു ചേരും. സ്നേഹിതന്മാരുടെ ഇടപെടൽ മൂലം എന്തെങ്കിലും ധനലാഭം വന്നു ചേരാം. ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാനില്ല. അല്പം ശിരോരോഗം വരുന്നതിനുള്ള സാധ്യത കാണുന്നു. വിദേശയാത്രാ പരിശ്രമങ്ങൾ സഫലമാകും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റ തീരുമാനമുണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണയുണ്ടാകും. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിഞ്ഞു കിട്ടും.
കഴിയുന്നതും മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ സാമ്പത്തികം പെട്ടെന്ന് വന്നു ചേരുകയും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം വന്നു ചേരുവാനുള്ള സാധ്യതയും കണ്ടുവരുന്നു. ജയ് മഹാലക്ഷ്മി, ജയ് മഹാലക്ഷ്മി എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും ഗുണഫലങ്ങൾ നൽകുന്നതാണ്. കന്നിക്കൂറ്. കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ചില തീരുമാനങ്ങളിൽ തങ്ങളെടുത്ത തീരുമാനം തെറ്റെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് തൻ്റെ തെറ്റ് മനസ്സിലാക്കി പ്രവർത്തിക്കുകയല്ലാതെ അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോകാതെ കാര്യങ്ങൾ ക്ഷമയോടെ പറഞ്ഞ് നിർത്തുന്നതാണ് നല്ലത്. സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ധനരംഗത്തെ പ്രോത്സാഹനമോ അല്ലെങ്കിൽ സഹായഹസ്തവുമായി ആരെങ്കിലും വരും ചതിവിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം മൂലം പലതരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരാം. മൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു വസ്തു തിരിച്ചു കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നു. പേപ്പറുകൾ ഏതെങ്കിലുമൊക്കെ വളരെ അത്യാവശ്യമുള്ള രേഖകൾ സുരക്ഷിതമായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ടാവാം. അത് കണ്ടെത്തുന്നത് അല്പം പ്രയാസകരമാണെങ്കിലും അതിങ്ങനെ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെടുന്നതിനുള്ള യോഗം കാണുന്നു. വളരെ സൂക്ഷിക്കുക. തസ്കര ഭയം വരാതിരിക്കുവാൻ നന്നായി പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് തടസ്സങ്ങളെല്ലാം ഒഴിവാക്കുക. നമഃശിവായ നിത്യവും, അതായത് ഒരു 108 പ്രാവശ്യമെങ്കിലും നമഃശിവായ ജപിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുക. എപ്പോഴും നമ്മളുടെ ഉപാസനാമൂർത്തിയോടോ കുടുംബ പരദേവതയോടോ നമ്മുടെ ദ്രവ്യങ്ങളെല്ലാം സൂക്ഷിക്കണം. അതിനുള്ള ഒരു അനുഗ്രഹമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. ഒന്നും നഷ്ടപ്പെട്ടിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. നഷ്ടപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക. മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. തുലാരാശി. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ അനുകൂല സാഹചര്യത്തിൽ വന്നു ചേരും. പൊതുരംഗത്ത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും. യാത്രാവേളകളിൽ ധനലാഭമുണ്ടാകും. ആരെങ്കിലുമൊക്കെ നമ്മളെ പരീക്ഷിക്കുന്നതിനായി പണം തരാനായി ശ്രമിക്കും. അതിലൊന്നും പങ്കുചേരരുത്. ലോട്ടറി ഭാഗ്യം അല്പസ്വല്പമായി കാണുന്നു. വിദേശ യാത്രകളിൽ കൂടി സാമ്പത്തിക ഉന്നതിക്കുള്ള വഴികൾ തുറന്നു കിട്ടും. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. സാമ്പത്തിക നേട്ടമുണ്ടാവും. പണച്ചിലവുകൾ വർദ്ധിക്കും. പൊതുവെ അനുകൂലമായൊരു സാഹചര്യമാണ്. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ മംഗളങ്ങൾക്കും സഹായകമാവും. വൃശ്ചിക രാശി. പൊതുവെ വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. പാഴ്ചിലവുകൾ വന്നു ചേരും. മനസ്സിന് സന്തോഷം തരുന്ന നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയമുണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ അല്പം മെച്ചം അനുഭവിക്കാം. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മാറിക്കിട്ടും. മാനസികമായ ഒരു ഉന്മേഷവും വന്നു ചേരും. പല കാര്യങ്ങളിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉൾവിളി അനുഭവപ്പെട്ടേക്കാം. വാക്സാമർത്ഥ്യം കാരണം നേട്ടങ്ങൾ ഉണ്ടാകാം. സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആനുകൂല്യത്തിന് അല്പം കാലതാമസം നേരിടും. വ്യക്തിത്വവും മാന്യതയും വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. എല്ലാ കാര്യത്തിലും ഒരു ദൈവാധീനം ദൃശ്യമാകും. പുതിയ കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടും. പുതിയ ബജറ്റുകളൊക്കെ തയ്യാറാക്കും. ദൂരയാത്രകൾ ആവശ്യമായി വരും. തറവാട് വക സ്വത്തുക്കൾ അധീനതയിൽ വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നു. ദാമ്പത്യ ബന്ധവും അല്പം സുദൃഢമാകും. രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം
കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്ന കാളീമന്ത്രം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരൊക്കെ ഉത്സവം നടക്കുന്ന കാലമായതുകൊണ്ട് കൊടുങ്ങല്ലൂരമ്മയെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മസ്ഥാനത്ത് പുതിയ ആനുകൂല്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആരെങ്കിലുമൊക്കെ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കണ്ടിട്ട് സഹായത്തിന് അഭിപ്രായമായിട്ട് വരും. അങ്ങനെ ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ നന്നായിരിക്കുമെന്നുള്ള ഒരു ചെറിയ നിർദ്ദേശം വലിയ മാറ്റങ്ങൾക്ക് സഹായകമാകും. ഗ്രഹത്തിൽ ധാരാളം സന്ദർശകരുണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ വിരോധമോ സ്ഥലം മാറ്റമോ വന്നു ചേരാം. സുഹൃത്തുക്കളിൽ നിന്നും ചെറിയ രീതിയിലുള്ള സഹായം പ്രതീക്ഷിക്കാം. എല്ലാ രംഗങ്ങളിലും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ഊർജമുണ്ടാകും. ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ഏർപ്പെടും. ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും. ഗുരുജനങ്ങളുടെ പ്രീതിയും വർദ്ധിക്കും. പാരമ്പര്യ രോഗങ്ങൾ അല്പം ബുദ്ധിമുട്ടിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഓം നമഃശിവായ ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. മകരം രാശി. വിശ്വാസവഞ്ചന വരാതിരിക്കുവാൻ ആരുമായി ഇടപെടുമ്പോഴും ഒരകലം സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. നിയമപരമായ ഊരാക്കുടുക്കിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അകന്നിരുന്നവർ അടുപ്പം കാണിച്ചു വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ദാമ്പത്യ സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടാം. സ്ത്രീകളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. വാഹനത്തിന് അല്പം റിപ്പയർ വർക്കുകളും വരാം. എന്നാൽ കൃഷിയിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ആദായം പ്രതീക്ഷിക്കാം. ഗ്രഹത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായ സാഹചര്യവും വന്നു ചേരും. സൗഹൃദങ്ങൾ നിമിത്തമോ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ നിമിത്തമോ അല്പം കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതിനുള്ള ഒരു മാർഗം തെളിഞ്ഞ് വരുന്നതാണ്. ആഭരണങ്ങൾക്കും ആഡംബര വസ്തുക്കൾക്കും വേണ്ടി പണം അല്പം ചിലവഴിക്കും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു തന്ത്രം ആവിഷ്കരിക്കും. മാറാരോഗങ്ങൾക്ക് അല്പം ആശ്വാസം വന്നു ചേരും. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹത്തിൽ പലതരത്തിലുള്ള കഷ്ടതകൾ വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു. സന്താനത്തെ പറ്റി അല്പം മനസ്സ് വിഷമിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കാനിടയാവും. അവനവൻ്റെ മനോഹിതമനുസരിച്ച് പ്രയത്നിക്കുന്നതിനുള്ള സന്ദർഭവും വന്നു ചേരും. അപ്രതീക്ഷിതമായി ധനലാഭം വന്നു ചേരാം. സ്ത്രീകളിൽ നിന്നും അല്പം അപമാനം സഹിക്കേണ്ടി വരാം. കൃഷികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വ്യാപാരത്തിൽ നിന്നുമൊക്കെ ചെറിയ ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്താൽ അതിൽ വിഷേദിക്കേണ്ട ആവശ്യമില്ല. ലോണുകളും മറ്റ് ക്രെഡിറ്റുകളും വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു. ആഡംബരങ്ങൾക്കും വിനോദങ്ങൾക്കുമായി പണം കണ്ടെത്തും. അതുപോലെ ചിലവഴിക്കുകയും ചെയ്യും. ഗ്രഹനിർമ്മാണ കാര്യങ്ങളിൽ പുരോഗമനം ഉണ്ടാകും. കലാപരമായി പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. പുതിയ വിദ്യകൾ പഠിക്കുവാനുള്ള ആഗ്രഹം മനസ്സിൽ വരികയും അത് പ്രാബല്യത്തിലെത്തിക്കുവാനുള്ള സഹായം ലഭിക്കുകയും ചെയ്യും. രാശിനാഥനായ ശനീശ്വരനെയും വിഷ്ണുമായ സ്വാമിയെയും രതൻ സ്വാമിയെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നത്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, നെയ്ദീപം തെളിക്കുന്നതൊക്കെ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിലനിർത്തി തരുന്നതിന് സഹായകമാവും. മീനം രാശി.
മനസ്സിന് സുഖവും സന്തോഷവും നൽകുന്ന സന്ദർഭങ്ങൾ വന്നു ചേരും. ഗ്രഹത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടതായ സാഹചര്യം വരും. കടബാധ്യതകൾ തീർക്കാനുള്ള പരിശ്രമം വിജയിക്കും. ഇണയുടെ ആരോഗ്യം മെച്ചപ്പെടും. പുതിയ സുഹൃത്ബന്ധങ്ങളും ഉന്നതരുമായുള്ള കൂടിച്ചേരലും നിമിത്തം സമയം അല്പം അനുകൂലമായി തീരുന്നതാണ്. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് അനുകൂല കാലം വന്നു ചേരും. കലാരംഗങ്ങളിലുള്ളവർക്കും പണവും പ്രശസ്തിയും വർദ്ധിക്കും. ഗുരുക്കന്മാരിൽ നിന്നും പ്രീതി നേടിയെടുക്കും. മാതാവിന് അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. യാത്രകളിൽ ധനനഷ്ടം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പഠനം നടത്തുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ഗ്രൂപ്പ് സ്റ്റഡിയുടെ പൂർണ്ണഫലം കണ്ടെത്തുന്ന സമയമാണ് ഇത്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് രാശിനാഥനായ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഒരുപോലെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. 27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാകട്ടെ. ഓം നമഃശിവായ ജപിച്ച് പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.